AI വെച്ചിട്ട് എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ക്യാരക്ടർ നമ്മൾ വീഡിയോ ക്രിയേഷനിൽ കൊണ്ടുവരാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ കോഡിംഗ് അറിയണം എന്ന് ആരാണ് പറഞ്ഞത്? കമ്പ്യൂട്ടർ പരിജ്ഞാനമോ കോഡിംഗോ ഇല്ലാതെ തന്നെ ഏറ്റവും പുതിയ AI ടൂളുകൾ ഇനി നമുക്ക് എളുപ്പത്തിൽ മലയാളത്തിൽ പഠിക്കാം. laschool.in-ലൂടെ നിങ്ങളുടെ കരിയർ അടുത്ത ലെവലിലേക്ക് ഉയർത്താം. ബിസിനസ് ആയാലും പഠനമായാലും AI ഇനി കൂടുതൽ വിവരങ്ങൾക്കും പുതിയ കോഴ്സുകൾക്കുമായി സന്ദർശിക്കുക laschool.in. ഭാവി നമ്മുടേതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ AI വീഡിയോ ക്രിയേഷൻ്റെ A to Z കാര്യങ്ങളാണ്. അതായത് എങ്ങനെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കണം, ഏത് വെച്ചിട്ട് നമ്മൾ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ വീഡിയോ ക്രിയേഷൻ തുടങ്ങിയ A to Z കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മിക്ക ആളുകളും AI വെച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രശ്നം എന്താ വെച്ചാൽ, അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം നിങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ, ഒരു വീഡിയോ ക്രിയേഷൻ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ ആ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ആ AI എന്ത് ചെയ്യാണ്, അത് മാത്രം വെച്ച് വീഡിയോ മേക്ക് ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യില്ല, അത്രത്തോളം സാറ്റിസ്ഫൈ ആവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട പ്രോംപ്റ്റ് ആദ്യം ചോദിക്കേണ്ടത് ജെമിനയോ ഏത് ചാറ്റ് ബോട്ടാണോ നിങ്ങളടുത്തുള്ളത് ആ ചാറ്റ് ബോട്ടിനോടാണ് ചോദിക്കേണ്ടത്. അതിൽ തന്നെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയണം. എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, വീഡിയോ ക്രിയേഷനിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്യാമറയുടെ പൊസിഷൻ, ക്യാമറയുടെ ആംഗിള്, കളർ കോഡ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൂല, പക്ഷേ ചാറ്റ് ബോട്ടുകൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതൊക്കെ ചെയ്യുക എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ജെമിനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജെമിനി ഓപ്പൺ ചെയ്തിട്ട് ശേഷം ചെറിയൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ വീഡിയോ അബൌട്ട് വീഡിയോ ക്രിയേഷൻ യൂസിങ് VO3. What you need to do is to provide all the necessary material for me to video ad for Last School. യാദൃശ്ചികമായിട്ട് പറയട്ടെ, ലാസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പുതിയൊരു കോഴ്സാണ്. അതായത് കോഴ്സുകളുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് AI റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് മേക്കിംഗ്, പവർ പോയിന്റ്, AI ഫോർ ടീച്ചേഴ്സ്, AI ഫോർ സ്റ്റുഡൻസ്, ഇതൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്കൂളിൻ്റെ കോഴ്സിന് വേണ്ടിയിട്ട് ഒരു ആഡാണ് മേക്ക് ചെയ്ത് തരേണ്ടത്. എന്നിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാനിവിടെ കൊടുത്തു. ദ പേഴ്സൺ ഷുഡ് സ്പീക്ക് മലയാളം. അപ്പോൾ ആ ആഡിൽ ആൾ സംസാരിക്കേണ്ടത് മലയാളത്തിലാണ്. യു ഓൾസോ ഹാവ് ടു ക്രിയേറ്റ് എ ക്യാരക്ടർ അറ്റ് ദ ബിഗിനിങ് ടു അച്ചീവ് എ കൺസിസ്റ്റൻറ്റ് റിസൾട്ട്. അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ എല്ലാ ക്വാളിറ്റികളും വിശേഷണങ്ങളും എന്ത് ചെയ്യണം, ആ ഒരു പ്രോംപ്റ്റിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ആൾസോ യു ഹാവ് ടു ഇൻക്ലൂഡ് ഓൾ ദ തിങ്സ് റിലേറ്റഡ് ടു ക്യാമറ ആംഗിൾസ്, പൊസിഷൻസ്, മൂവ്മെൻറ്റ്, ഓൾ ദ തിങ്സ്. ഓക്കെ, ഇത് മുഴുവൻ കൊടുത്തു. ഇനി ഞാൻ ഒരു പ്രോംപ്റ്റും കൂടി കൊടുക്കുകയാണ്. ഇഫ് യു നീഡ് എനി മോർ ഡീറ്റെയിൽസ് യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, അപ്പോൾ ഇനി ഞാനത് ചെയ്യാണ്, ഇതിവിടെ എൻ്റർ ചെയ്യാണ്. ഇവിടെ ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ ഇപ്പോൾ ജെമിനിയിലാണ് ചെയ്യുന്നത്. ജെമിനിയിൽ ചെയ്യുന്ന അതേ സ്ഥാനത്ത് തന്നെ ഞാൻ ക്ലോഡ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ക്ലോഡിൽ മേ ബി ഒന്നുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും ഏതായാലാണ് നല്ല റിസൾട്ട് എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടിലും കൊടുക്കുന്നുണ്ട്. ആ സെയിം പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. പിന്നെ ക്ലോഡിൻ്റെ ഒരു പ്രത്യേകത, ക്ലോഡിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ക്ലോഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ബെസ്റ്റ് AI ടൂളാണ്. 2-3 വീഡിയോ നമ്മൾ ക്ലോഡിൻ്റെ ചെയ്തിട്ടുണ്ട്. ഈ ക്ലോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അത് ഒരിക്കലും അക്യുറേറ്റ് ആവില്ല. അപ്പോൾ ക്ലോഡ് നമ്മളോട് ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങൾ കൊടുക്കും. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോഡ് കൃത്യമായിട്ട് കാര്യം മനസ്സിലായിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരും എന്നുള്ളതാണ് ക്ലോഡിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ക്ലോഡിലും ചോദിച്ചു, ഇവിടെ ജെമിനിയിലും ചോദിച്ചിട്ടുണ്ട്. വി ഗോട്ട് ദ റിസൾട്ട് ഇൻ ജെമിനിയിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമേജ് ക്രിയേഷന് വേണ്ട ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളെന്താ വെച്ചാൽ, ഒരു ക്യാരക്ടറുള്ള വീഡിയോ ആണ് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2-3 ക്യാരക്ടറുള്ള വീഡിയോ ആണ് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് നമ്മൾ ചോദിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. സിനിമാറ്റിക് ഫോട്ടോ റിയലിസ്റ്റിക് മീഡിയം ഷോട്ട് പോർട്രേറ്റ് ഓഫ് അപ്രോച്ചബിൾ സൗത്ത് ഇന്ത്യൻ മെയിൽ ടെക് എഡ്യൂക്കേറ്റർ ഇൻ ഹിസ് ഏർലി 30s. ഓക്കെ, അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ
നേരെ പോയിട്ട് ജെമിനിയിൽ ഓപ്പൺ ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്തു. പിന്നെ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി ആ ഒരു ഫംഗ്ഷൻ നിങ്ങളിൽ കാണുന്നില്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ടൂൾസിൽ പോയിട്ടാൽ അല്ലെ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ തന്നെ ഇതൊക്കെ നമ്മളുടെ പിക്ചേഴ്സിൻ്റെ ഓരോ സ്റ്റൈലുകൾ ഇവിടെ മുകളിൽ കാണുന്നുണ്ട്. അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എൻ്റർ സബ്മിറ്റ് കൊടുത്തു. ഇവിടെ എനിക്കുള്ളത് പ്രോ വേർഷനാണ്. ചിലപ്പോൾ നിങ്ങളിൽ ഫാസ്റ്റ് എന്നുള്ളതാണ്. ഫ്രീ വേർഷനിൽ ഫാസ്റ്റാണ് കാണിക്കുക. പ്രോ വേർഷൻ ജിയോ യൂസേഴ്സിന് കിട്ടും. ജിയോ ആപ്പിൽ പോയാൽ നിങ്ങൾക്കത് കിട്ടാൻ സാധിക്കും. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, എൻ്റർ കൊടുക്കുകയാണ്. നമുക്ക് റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി ബാക്കി തന്ന ഇൻപുട്ടുകൾ കൂടി നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തെ സീന് തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ സീന് നമുക്ക് തന്നിട്ടുണ്ട്, രണ്ടാമത്തെ സീന് നമുക്ക് തന്നിട്ടുണ്ട്, മൂന്നാമത്തെ സീന് തന്നിട്ടുണ്ട്, നാലാമത്തെ സീന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഓരോ സീനിലും പറയേണ്ട ഡയലോഗ് മംഗ്ലീഷിലും മലയാളത്തിലും തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാക്സിമം ആ സീനിൽ സംസാരിക്കുന്നത് മംഗ്ലീഷിലും മലയാളത്തിലും അതിനോട് തരാൻ പറയണം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ മംഗ്ലീഷിൽ മാത്രം പറയുമ്പോൾ അതൊരു തമിഴ് സ്റ്റൈലിലാണ് സംസാരിക്കുക. അത് നിങ്ങൾ പ്രത്യേകം വീഡിയോ ക്രിയേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓരോ സീനിലും പറയേണ്ട ഡയലോഗ് അടക്കം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ആ സീനിൻ്റെ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഡയലോഗിൻ്റെ പ്രോംപ്റ്റ് കൂടി കോപ്പി ചെയ്യണം. നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുമ്പ് നമുക്കിവിടെ ഇമേജും കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ ജെമിനിൻ്റെ ഇമേജ് ക്രിയേഷൻ്റെ ഒരു പ്രത്യേകത, നമ്മൾക്ക് ഇതിൽ എന്ത് മാറ്റവും പ്രോംപ്റ്റ് കൊടുത്ത് മാറ്റാൻ പറ്റും. അതിൻ്റെ ഷർട്ടിൻ്റെ കളർ മാറ്റണം, ബാക്ക്ഗ്രൗണ്ട് മാറ്റണം, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്താൽ അതൊക്കെ എന്ത് ചെയ്യും, മാറ്റിത്തരും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ക്ലൗഡിൽ കൊടുത്ത പ്രോംപ്റ്റിന് ഇതാണ് ഞാൻ പറഞ്ഞത്. ക്ലൗഡിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ക്ലൗഡിൽ നമ്മളോട് ഓരോന്ന് ചോദിക്കും. ഓക്കെ, ഇവിടെ എന്താ വെച്ചാൽ ക്യാരക്ടറിൻ്റെ ഒരു ഏജ് എത്രയാണ് എന്നുള്ളതാണ്. യങ് മലയാളി വുമൺ വേണോ, മാന് വേണോ, mid-30 പ്രൊഫഷണൽ മെയിൽ വേണം. അപ്പം ഞാനിവിടെ ഒരു മിഡ് പ്രൊഫഷണൽ മെയിൽ ചൂസ് ചെയ്തു. ഇനി അടുത്ത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ആഡിൻ്റെ സ്റ്റൈൽ എന്താണെന്നുള്ളതാണ്. ഇതാണ് എനിക്ക് ക്ലൗഡിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രത്യേകത. മോഡേൺ ടെക്കാണോ അതൊരു വാം സ്റ്റോറി ടെല്ലിംഗ് ആണോ, ഹൈ എനർജി കൊടുത്തു. പിന്നെ ഹൗ ലോങ് ഷുഡ് ദ ആഡ്, അതായത് എത്ര ലോങ്, 8 സെക്കൻഡിൻ്റെ ആണോ 24 സെക്കൻഡിൻ്റെ ആണോ അതോ 5-6 സീനുള്ള സെക്കൻഡിൻ്റെ ആണോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പം നമ്മൾ 5-6 സീനിൻ്റെ കൊടുത്തു. ഇനി പ്രൈമറിലി ഈ ആഡ് എവിടെയാണ് പ്രൈമറിലി റൺ ആവുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം റീലും യൂട്യൂബ് ഷോർട്സും കൊടുത്തു. ഇനി ഫേസ്ബുക്ക് മെറ്റ ഉണ്ടെങ്കിൽ അതും നമുക്ക് ചൂസ് ചെയ്യാം. ശേഷം എൻ്റർ കൊടുത്തു. ഇപ്പോൾ ഈ ക്ലൗഡിന് വേണ്ട എല്ലാ ഇൻപുട്ടുകളിലും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ കുറച്ചുകൂടെ സമയമെടുക്കും. അപ്പോഴത്തേക്കും നമുക്ക് ജെമിനിയിൽ കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂള് എന്ന് പറയുന്നത് ഗൂഗിൾ വിഡ്സ് ആണ്. ഓക്കെ, ഗൂഗിൾ വിഡ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ റീസെൻ്റ് ആയിട്ടല്ല, 1 ഇയർ ഒക്കെ ആയിട്ടുണ്ട്. അവർ VO3 ഇപ്പോഴാണ് ഗൂഗിൾ വിഡ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൂഗിൾ വിഡ്സിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അവതാർ വെച്ചിട്ടും VO3 വെച്ചിട്ടും ലിറിയ എന്ന് പറഞ്ഞാൽ മ്യൂസിക് സോങ്ങുകൾ ജനറേറ്റ് ചെയ്യാനാണ്. ഇനി നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏതാ ചെയ്യുന്നത്, VO3 ആണ്. ഈ ഗൂഗിൾ വിഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ജെമിനിയിൽ നമുക്ക് VO3 ഫ്രീ വേർഷനിൽ അവൈലബിൾ അല്ല. പക്ഷേ ഗൂഗിൾ വിഡ്സിൽ വന്നാൽ VO3 അവൈലബിൾ ആണ്. ആപ്പ് നിലവിൽ ലഭ്യമല്ല. നിങ്ങൾ ക്രോം ബ്രൗസർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ VO3 ഇവിടെ ചൂസ് ചെയ്തു. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമ്മൾക്ക് പ്രോംപ്റ്റ് കൊടുക്കാം. പിന്നെ ഇൻഗ്രീഡിയൻസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷനിലാണ് നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ എനിക്ക് ഈ ഒരു ഇമേജ് എത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മുമ്പ് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പ്, അത് കാണുന്നുണ്ടോ നോക്കട്ടെ. ഈ ഒരു ഇമേജാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഞാൻ തൊട്ട് മുമ്പ് ജനറേറ്റ് ചെയ്തതാണ്. ഇപ്പോഴത്തെ തന്ന ഇമേജ് എനിക്ക് അത്രത്തോളം ഇഷ്ടമായില്ല. ഓക്കെ, അപ്പം ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾ ഫ്രീ വേർഷനിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇൻഗ്രീഡിയൻസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ നിലവിൽ അവൈലബിൾ അല്ല എന്നുള്ളൊരു നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒന്നാമത്തെ പ്രോംപ്റ്റ് നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് തരികയാണ്. ഓക്കെ, പ്രോംപ്റ്റ് നമ്മൾ ആദ്യ സീനിൻ്റെ പ്രോംപ്റ്റ് കോപ്പി ചെയ്യാണ്. ഓക്കെ, ആ പ്രോംപ്റ്റ് ഞാനിവിടെ കോപ്പി ചെയ്തു. ഇനി ആ ഒരു സീനിൽ പറയേണ്ട ഡയലോഗ് കൂടി ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. സീനിൽ 1 പറയേണ്ട ഡയലോഗ്. ഓക്കെ, ശരിക്കും ഇത് രണ്ടും ഒരേ സമയത്ത് തരേണ്ടതായിരുന്നു, അവർ തന്നില്ല. ഇറ്റ്സ് ഓക്കെ.
ആ സീനിൽ പറയേണ്ട ഡയലോഗ് ഞാനിവിടെ കോപ്പി ചെയ്ത് തന്നു. ഇനി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രോംപ്റ്റ് കൂടി, ആ ഒരു വ്യക്തിയുടെ പ്രോംപ്റ്റ് കൂടി, ആ വ്യക്തിയുടെ ക്യാരക്ടർ സ്പെസിഫിക്കേഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ജനറേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്ത് നോക്കുകയാണ്, നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ നോക്കിയേക്കാം. ഓക്കെ, ഈ ഗൂഗിൾ വിഡ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ജെമിനൈയിലൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കമ്പാരിറ്റീവ്ലി സമയം കുറവാണ്. അപ്പോൾ ഇത് അപ്ലോഡ് ജനറേറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ക്ലോഡിൽ ചെന്ന് നോക്കാം. ക്ലോഡിൽ സ്റ്റിൽ ദേ ആർ വർക്കിംഗ് ആണ്. നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ബട്ട് നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ ക്യാരക്ടർ കൊടുത്തതും നമ്മൾ അറ്റാച്ച് ചെയ്ത ഇമേജും രണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു പഴയ ക്യാരക്ടർ, അതായത് നമുക്ക് നേരത്തെ ഇവിടെ ജനറേറ്റ് ചെയ്ത ഈ സെയിം ക്യാരക്ടറിൽ വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഇൻസേർട്ട് കൊടുത്തു, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ലെറ്റ്സ് വെയിറ്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ കോഡിംഗ് അറിയണം എന്ന് ആരാണ് പറഞ്ഞത്? ഓക്കെ, ദിസ് സീൻ നൈസാണ്. ഇനി നമുക്ക് ഗൂഗിൾ വിഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് ഒന്നും പറയുന്നില്ലല്ലോ, അത് വേണമെങ്കിൽ നമുക്കൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതായത് നമ്മൾ മറ്റു സോഫ്റ്റ്വെയർസിൽ ചെയ്യുന്ന എല്ലാവിധ എഡിറ്റിങ്ങും ഇവിടെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ ഇവിടെ നമ്മൾ ലോങ് വീഡിയോ ആണ് ചെയ്തത്. ഇനി നമ്മൾ ഷോർട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ വേണ്ട വീഡിയോ ആണെങ്കിൽ ഇവിടെ വീഡിയോ സൈസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പോർട്രേറ്റും ഇതും നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെയും ലാൻഡ്സ്കേപ്പ് അല്ല, നമുക്ക് പോർട്രേറ്റ് വേണമെങ്കിൽ അതും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ വി ആർ സക്സീഡ്. ഫസ്റ്റ് റിസൾട്ട് നമ്മൾ ഓക്കെയാണ്. ഇനി നമ്മൾ സെക്കൻഡ് പ്രോംപ്റ്റ് ഇവിടെ കോപ്പി ചെയ്യാണ്. ഓക്കെ, സീൻ 1 നമ്മൾ പ്രോംപ്റ്റ് കോപ്പി ചെയ്യാണ്. സീൻ 1 അല്ല, സീൻ 2. ഓക്കെ, സീൻ 2 കോപ്പി ചെയ്തു. ശേഷം ഇവിടെ വന്നു, ഇതും ഡിലീറ്റ് ചെയ്തു, പേസ്റ്റ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻഫർമേഷൻസും നമ്മൾ കോപ്പി ചെയ്തു, അതും ഇവിടെ പേസ്റ്റ് ചെയ്ത്. നമ്മൾ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ സെക്കൻഡ് ക്യാരക്ടർ കിട്ടിയല്ലോ, ഈ ക്യാരക്ടറിനെ നമ്മൾ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ക്യാരക്ടർ കൺസിസ്റ്റൻസി ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർ സംസാരിക്കുന്ന ഈ ഒരു ഡയലോഗും നമ്മൾ കോപ്പി ചെയ്തു. ഓക്കെ, അതും ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ 3 പ്രോംപ്റ്റുകൾ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഇനി ജനറേറ്റ് കൊടുക്കാം. ഓക്കെ, നമുക്ക് റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്കും ക്ലോഡിൽ നമ്മൾ നേരത്തെ കൊടുത്തതിന് റിസൾട്ട് വന്നിട്ടുണ്ട്. ക്ലോഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സി വി ഗോട്ട് ദ റിസൾട്ട്. ക്ലോഡിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്കിങ്ങനെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് തന്നിട്ടുള്ളത് ഒരു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ, അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രോംപ്റ്റ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് എങ്ങനെയാണ്, ഹെയർ എങ്ങനെയാണ്, സെറ്റിംഗ് എങ്ങനെയാണ്, ക്യാമറ എങ്ങനെയാണ്, മൂഡ് എങ്ങനെയാണ്, സ്റ്റൈൽ എങ്ങനെയാണ്, അങ്ങനെ എല്ലാവിധ ഇൻഫർമേഷൻസും തന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് കോപ്പി ചെയ്തിട്ട് ജെമിനൈയിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ജെമിനൈ ഓപ്പൺ ചെയ്തു. ശേഷം ഞാനിതിവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ക്രിയേറ്റ് ഇമേജ് ഫംഗ്ഷൻ കൊടുത്തു, ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ ക്യാരക്ടർ തന്നു. പിന്നെ രണ്ടാമത് തന്നിട്ടുള്ളത് ഓരോ ജെമിനൈയിൽ തന്ന പോലെ തന്നെ ഒന്നാമത്തെ ക്ലിപ്പിൽ എന്താണ് സംസാരിക്കേണ്ടത്, രണ്ടാമത്തെ ക്ലിപ്പിൽ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ മലയാളത്തിലും ട്രാൻസ്ലിട്രേഷനിലും ഇംഗ്ലീഷിലും തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് കറക്റ്റ് ആവാനും സാധ്യതയുണ്ട്. അതായത് സംസാരം, ആ തമിഴൻ സംസാരം ചിലപ്പോൾ ഒഴിവായി കിട്ടാനും സാധ്യതയുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ക്ലിപ്പ് 1 എങ്ങനെ വേണം, ദിസ് ഈസ് ഇൻക്രെഡിബിളി അമേസിങ്. ഇവിടെ എന്താ വെച്ചാൽ ക്യാരക്ടർ കൃത്യമായിട്ട് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീൻ 1 എങ്ങനെയാണ്, ആക്ഷൻ എങ്ങനെയാണ്, ക്യാമറ, ലൈറ്റിങ്, ഓഡിയോ തന്നിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യേണ്ട, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ട. എങ്കിൽ പോലും ഓഡിയോ ഇംഗ്ലീഷിലും മംഗ്ലീഷിലും ട്രാൻസ്ലിട്രേഷനും കൊടുന്ന് പേസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, വി ഗോട്ട് ദ റിസൾട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തു. ഓക്കെ, സി വി ഗോട്ട് ദ റിസൾട്ട്. അപ്പോൾ നമുക്കിവിടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു ഗൂഗിൾ വിഡ്സ് കൂടി ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങൾക്കെന്ന് വെച്ചാൽ രണ്ടിലുള്ള വ്യത്യാസങ്ങളാണ്, നമ്മൾ ചാറ്റ് ബോട്ടുകൾ ഏതൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇവിടെ ഇൻഗ്രീഡിയൻസിൽ വന്നിട്ട് ആദ്യം നമുക്കിപ്പോൾ കിട്ടിയ ഇമേജ് കൂടി ഞാനിവിടെ അപ്ലോഡ് ചെയ്തു. ശേഷം ഞാൻ ആ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, പേസ്റ്റ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, പോർട്രേറ്റ് ടൈപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസും ലാൻഡ്സ്കേപ്പ് മാറ്റി പോർട്രേറ്റ് ആക്കിയിട്ടുണ്ട്.
ഓക്കെ, പോർട്രേറ്റ് മാറി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഡയലോഗ് കൂടി കോപ്പി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഡയലോഗ് കൂടി കോപ്പി ചെയ്തു, അതുകൂടി ഞാനിവിടെ കൊണ്ടിട്ട് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു, ശേഷം ജനറേറ്റ് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കാം. ഗൂഗിൾ വിഡ്സ് ശരിക്ക് എല്ലാ യൂസേഴ്സിനും പറ്റും, പെയ്ഡ് യൂസേഴ്സിനും ഫ്രീ യൂസേഴ്സിനും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വാവ്, ഇറ്റ് ഈസ് അമേസിങ്. അപ്പോൾ ഞാനത് ഇൻസേർട്ട് ചെയ്തു, നമുക്ക് നോക്കിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനമോ കോഡിങ്ങോ ഇല്ലാതെ തന്നെ ഏറ്റവും പുതിയ AI ടൂളുകൾ ഇനി നമുക്ക് എളുപ്പത്തിൽ മലയാളത്തിൽ പഠിക്കാം. സി വി ഗോട്ട് ദ റിസൾട്ട്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് കുറച്ച് സ്ഥലമുള്ളത് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ തുടക്കം മുതൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ കോഡിംഗ് അറിയണം എന്ന് ആരാണ് പറഞ്ഞത്? കമ്പ്യൂട്ടർ പരിജ്ഞാനമോ കോഡിങ്ങോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ആണെങ്കിൽ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ മുതൽ പ്ലേ ചെയ്യാം. ആണ് പറഞ്ഞത്. കമ്പ്യൂട്ടർ പരിജ്ഞാനമോ കോഡിങ്ങോ ഇല്ലാതെ തന്നെ ഏറ്റവും പുതിയ AI ടൂളുകൾ. ഇനി ഇവിടെ തന്നെ എഫക്റ്റുകളുണ്ട്. നമുക്ക് ഈ മറ്റേ അതിൻ്റെ ട്രാൻസിഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഒരു ഡിസോൾവ് ടൈപ്പ് വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ പുഷ് ടൈപ്പ് ആക്കാം. അതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇത് ഗൂഗിൾ വിഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഞാനിവിടെ ഡിസോൾവ് ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ പ്രോംപ്റ്റ്, മൂന്നാമത്തെ സീൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം സീൻ 1, സീൻ 2, സീൻ 3 ആണ് എന്ത് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്. സീൻ 3 കോപ്പി ചെയ്തു, എന്നിട്ട് ഇവിടെ കൊടുന്നിട്ട് പേസ്റ്റ് ചെയ്തു. സീൻ 3 കൺഫ്യൂഷനല്ലോ. ഓക്കെ, അത് കോപ്പി ചെയ്തു. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ക്യാരക്ടറിൻ്റെ ടെക്സ്റ്റ് കൂടി ഞാൻ കോപ്പി ചെയ്തു, അതും ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട ആ ഡയലോഗ് കൂടി, സീൻ 3ത്തെ ഡയലോഗ് കൂടി നമ്മൾ എന്ത് ചെയ്തു, 3 കോപ്പി ചെയ്തു. ഞാനിനി അതും കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയ 2 സീനിലും ക്യാരക്ടർ കൺസിസ്റ്റൻ്റ് ആണ്. നമുക്ക് മൂന്നാമത്തെ കൂടി ജനറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇറ്റ്സ് ജനറേറ്റിംഗ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ പോർട്രേറ്റിൽ ചെയ്തതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി വെക്കാം. വി ഗോട്ട് ദ റിസൾട്ട്. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എല്ലാവരും AI എന്ന് പറയുന്നു, പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദിസ് ഈസ് അമേസിങ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടി ഭയങ്കര റിയലിസ്റ്റിക് ഫീൽ വന്നിട്ടോ എനിക്ക് ഉണ്ട് ആ ഒരു ഡിസൈൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ സെക്കൻഡ് സീന് കൂടി, നമുക്ക് സെക്കൻഡ് സീൻ്റെ പ്രോംപ്റ്റ് കൂടി പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അതുകൂടി നോക്കാം. ക്ലിപ്പ് 1, ക്ലിപ്പ് 2 കോപ്പി ചെയ്തു. ഇവിടെ കണ്ടോ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഞാനിവിടെ ആ ക്ലിപ്പ് 2 പേസ്റ്റ് ചെയ്തു. പിന്നെ ഇനി നമ്മൾ കോപ്പി ചെയ്യേണ്ടത് ക്ലിപ്പ് 2ൻ്റെ ഡയലോഗ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. ക്ലിപ്പ് 2ൻ്റെ ഡയലോഗ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. ഓക്കെ, അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി സെക്കൻഡ് വീഡിയോ നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് മൂന്നാമത്തെ ക്ലിപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കരിയർ അടുത്ത ലെവലിലേക്ക് ഉയർത്താം. ബിസിനസ് ആയാലും പഠനമായാലും AI ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ഇതൊക്കെ ഭയങ്കര അക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ജെമിനൈയിൽ ജനറേറ്റ് ചെയ്ത 4ാമത്തെ ക്ലിപ്പ് കൂടി പേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സീൻ 4. ഓക്കെ, സീൻ 4 നമ്മൾ പേസ്റ്റ് ചെയ്യാണ്. വീണ്ടും ഇവിടെ വന്നു. ഓക്കെ, അത് പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഡയലോഗ്, ഓക്കെ, സീൻ 4ത്തിൻ്റെ ഡയലോഗ് കൂടി ഇതിൻ്റെ മുമ്പ് ഒന്ന് ട്രൈ ചെയ്ത സമയത്ത് തമിഴിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെന്താ വെച്ചാൽ ഞാൻ മംഗ്ലീഷിലുള്ള ടെക്സ്റ്റ് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഡയലോഗ് മംഗ്ലീഷ് മാത്രം കൊടുക്കുമ്പോൾ ചെറിയൊരു തമിഴ് ഇൻഫ്ലുവൻസ്ഡ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ ക്യാരക്ടർ കൂടി ഞാനിവിടെ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇനി ഞാനിവിടെ ജനറേറ്റ് കൊടുത്തു. ഓക്കെ, നമുക്ക് റിസൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്ലോഡിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കി വെക്കാം. വി ഗോട്ട് ദ സെക്കൻഡ് വീഡിയോ. അപ്പോൾ ഞാനിവിടെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഈ വീഡിയോ ക്രിയേഷൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചില സമയത്ത് നമ്മൾ അക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് നമുക്കൊന്ന് നോക്കിക്കാം. അവിടെ കണ്ടോ ഒരു ഇഷ്യൂ, അപ്പോസാണ് എന്നുള്ള ആ ഒരു വേറൊരു മലയാളത്തിൻ്റെ ഒതന്റിക് മലയാളം അല്ലാത്തൊരു വിഷയം വന്നിട്ടുണ്ട്. ഇതിൽ സംസാരം ശരിയില്ല. പക്ഷെ നമ്മൾ ഇതിലെല്ലാം ട്രാൻസ്ലിട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ സംസാരം ശരിയില്ല.
ഓക്കെ. സി ആ മ്യൂസിക്കും ഇതൊക്കെ നന്നായിട്ടുണ്ട്, വീഡിയോയും നന്നായിട്ടുണ്ട്. സംസാരം ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓക്കെയാണ്, സെക്കൻഡ് പാർട്ടത്തെ വീഡിയോ ഇറ്റ്സ് നോട്ട് ഓക്കെ. ഇനി നമ്മൾ ഇതിൽ തേർഡ് പാർട്ടത്തെ വീഡിയോ ക്ലോഡ് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ക്ലിപ്പ് അതിൽ പറയേണ്ട സംസാരം കോപ്പി ചെയ്തു, അതിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ സീനിൻ്റെ പ്രോംപ്റ്റ് എടുക്കട്ടെ. സീൻ 1 ക്ലിപ്പ് 1 ക്ലിപ്പ് 2 ഓക്കെ. ക്ലിപ്പ് 3ൻ്റെ പ്രോംപ്റ്റ് ഞാനിവിടെ കോപ്പി ചെയ്തു, ഞാനതിവിടെ പേസ്റ്റ് ചെയ്തു. ശേഷം ജനറേറ്റ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ക്ലിപ്പ് ജനറേറ്റ് ആവുന്നുണ്ട്. ഇത് രണ്ടും പോർട്രേറ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. എല്ലാവരും ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ആക്ടിങ്, ഒരു റിയലിസ്റ്റിക് ആക്ടിങ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ സംസാരം അത്രത്തോളം ഈ സംസാരം പറ്റുന്നില്ല, എനിക്കിഷ്ടമായില്ല. ഓക്കെ, ദാറ്റ്സ് നോട്ട് എ ഗുഡ് വൺ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ജനറേറ്റ് കൊടുത്തു. ഇനി നമ്മൾ തൊട്ട് മുമ്പ് ജെമിനായി വെച്ച് ചെയ്ത ലാസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്, അത് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അതിൻ്റെ മുമ്പ് ഞാനിവിടെ എന്ത് ചെയ്തു, ഒരു സീന് കൂടി ഇത് ക്ലിക്ക് ചെയ്തു, ഇൻസെർട്ട് ചെയ്തു. ഓക്കെ, വി ഗോട്ട് ദ റിസൾട്ട്. കൂടുതൽ വിവരങ്ങൾക്കും പുതിയ കോഴ്സുകൾക്കുമായി സന്ദർശിക്കുക laschool.in. എനിക്ക് തോന്നുന്നു മലയാളം ജെമിനായിൽ ജനറേറ്റ് ചെയ്ത മലയാളത്തിനാണ് ഒന്നുകൂടി അക്യുറേറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ സംസാരം ശരിയാവുന്നത് ക്ലോഡിനെക്കാട്ടും. അപ്പം ഞാൻ ആ ഫുൾ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ കോഡിംഗ് അറിയണം എന്ന് ആരാണ് പറഞ്ഞത്? കമ്പ്യൂട്ടർ പരിജ്ഞാനമോ കോഡിങ്ങോ ഇല്ലാതെ തന്നെ. ഓ, ഇപ്പൊ കണ്ടോ, ഞാൻ അവിടെ ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്തപ്പോൾ ഒന്നുകൂടി കറക്റ്റ് സിങ്കിങ് ആയി. ഏറ്റവും പുതിയ AI ടൂളുകൾ ഇനി നമുക്ക് എളുപ്പത്തിൽ മലയാളത്തിൽ പഠിക്കാം. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ സിങ്കിങ് ഒരു ട്രാൻസിഷനും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു ഫ്ലിക്കർ വേണ്ട, ഡിസോൾവെന്റ് കൊടുത്തു. അപ്പം ഞാൻ ഇവിടെ മുതൽ പ്ലേ ചെയ്യാം. മലയാളത്തിൽ പഠിക്കാം. laschool.in-ലൂടെ നിങ്ങളുടെ കരിയർ അടുത്ത ലെവലിലേക്ക് ഉയർത്താം. ബിസിനസ് ആയാലും പഠനമായാലും AI ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. കൂടുതൽ വിവരങ്ങൾക്കും പുതിയ ഓക്കെ, ഇവിടെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസിഷൻ കൊടുത്തു, ഡിസോൾവ് കൊടുത്തു. അപ്പോൾ ഇനി ഇവിടെ മുതൽ പ്ലേ ചെയ്യും. ഇനി കൂടുതൽ വിവരങ്ങൾക്കും പുതിയ കോഴ്സുകൾക്കുമായി സന്ദർശിക്കുക laschool.in. ഓ, സി ഹൗ അക്യുറേറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ക്യാരക്ടറും കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ടും അക്യുറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ മൂന്നാമത്തെ പോർട്രേറ്റ് ടൈപ്പിലുള്ള മൂന്നാമത്തെ സീൻ വന്നിട്ടുണ്ട്, ഞാൻ ഇൻസെർട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ മലയാളം എത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ AI കൊണ്ട് പോസ്റ്ററുകൾ, PPT. ഓ മൈ ഗാഡ്, ഇതിലൊക്കെ അതായത് സംസാരം മാത്രമല്ല എഫക്റ്റ് കൂടി കൊണ്ടുവരുന്നുണ്ട്, മ്യൂസിക്കും ഉണ്ട്. നോക്കാം, നിമിഷങ്ങൾ കൊണ്ട്. ഓക്കെ, ദാറ്റ് വാസ് അമേസിങ്. അപ്പോൾ നമുക്കിതിൽ ലാസ്റ്റ് ഉള്ള സീന് കൂടി നമുക്ക് ക്ലോഡിൻ്റെ ലാസ്റ്റ് സീനും കൂടി നമുക്ക് കൊണ്ടുവന്ന് നോക്കാം, എന്നിട്ട് അത് ഫുൾ വീഡിയോ ആക്കാം. അപ്പോൾ ഇവിടെ ഇത് ആ ഒരു പ്രോംപ്റ്റ് കൊണ്ടുവന്നു. ഇനി നമ്മൾ ആ സംസാരം കൂടി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലിപ്പ് 4ൻ്റെ സംസാരം കൂടി പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാനിവിടെ ജനറേറ്റ് കൊടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല അക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഈ രണ്ടാമത്തെ സീനത്തെ സംസാരം ശരിയില്ല, ബട്ട് മൂന്നാമത്തെ സീനിൻ്റെ സംസാരം എഫക്റ്റും. സി, ഇപ്പോൾ ഞാൻ AI കൊണ്ട് പോസ്റ്ററുകൾ, AI പോസ്റ്റർ മേക്കിങ്ങിൻ്റെ കോഴ്സ് നമ്മളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടുവരുന്നുണ്ടോ. PPT മേക്ക് ചെയ്യുമ്പോൾ ഒരു PPT വന്നു, വീഡിയോ വരെ ഉണ്ടാക്കും. പിന്നെ അതായത് സൗണ്ട് കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ പ്രോംപ്റ്റിങ്ങിൻ്റെ പ്രത്യേകത കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ സൗണ്ട് നീ ആഡ് ചെയ്യണം, ക്യാമറ എഫക്റ്റ് അതിൽ ആഡ് ചെയ്യണം, ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. സി, വി ഗോട്ട് ദി ഗുഡ് റിസൾട്ട്. നാലാമത്തെ സീന് വന്നിട്ടുള്ളൂ, അതായത് ജനറേറ്റ് ആയില്ലേ. ഓക്കെ, നാലാമത്തെ സീന് വന്നിട്ടുണ്ട്. ഓക്കെ, അതും ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയൊക്കെ ഡിസോൾവ് കൊടുത്തു, ഡിസോൾവ് വേണ്ട, ഫെയ്ഡ് കൊടുത്തു. ഇവിടെ നമ്മൾ ഫെയ്ഡ് കൊടുത്തു, നമ്മളിതിൻ്റെ ഇടയിലുള്ള എഫക്റ്റ് കൂടി കൊടുത്തു, ഫെയ്ഡ് കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഫസ്റ്റ് മുതൽ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, AI എന്ന് പറയുന്നു, പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ലാസ്കൂൾ കണ്ടെത്തു കണ്ടേ മലയാളത്തിൽ AI പതിക്കാം, അതും വരും 99 രൂപയ്ക്കും. ഇവിടെയും അവർ വിഷ്വൽ എഫക്റ്റ് നല്ലതാട്ടോ. 99 രൂപക്ക് പറയുമ്പോൾ മൊബൈലിൽ കാണിച്ചിട്ട് ഇങ്ങനെ 99 കാണിച്ചു തരുന്നുണ്ട്. AI കൊണ്ട് പോസ്റ്ററുകൾ, PPT, വീഡിയോ വരെ ഉണ്ടാക്കും. സാന്ദർഭികമായിട്ട് പറയട്ടെ, നമ്മളൊരു AI കമ്മ്യൂണിറ്റി വാട്സപ്പിലുണ്ട്. ഒരുപാട് ആളുകളുണ്ട് അതിൽ. എന്താ വെച്ചാൽ നമ്മൾ ലൈവായിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ലൈവായിട്ട് ആളുകൾക്ക് AI അപ്ഡേറ്റ്സുകൾ, AI യൂസ് കേസുകളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ആ വാട്സപ്പിലും ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നിമിഷങ്ങൾ കൊണ്ട് laschool.in-ൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യോ. എംപവർ യുവർ ഫ്യൂച്ചർ. ഇതിൽ ഈ
ക്ലോഡ് വെച്ചിട്ടുള്ള പ്രോംപ്റ്റിലും റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാരക്ടർ കൺസിസ്റ്റൻ്റ് ആണ്, മ്യൂസിക് ഓക്കെയാണ്, ബാക്ക്ഗ്രൗണ്ടിലുള്ള എഫക്റ്റുകളും ഓക്കെയാണ്. സൗണ്ടിൽ മാത്രം രണ്ടാമത്തെ സീനിലെ സൗണ്ടിൽ മാത്രമാണ് ഇഷ്യൂ ഉണ്ടായിരുന്നത്. പക്ഷേ അതേ സമയത്ത് നമ്മൾ ജെമിനൈയിൽ ജനറേറ്റ് ചെയ്ത വീഡിയോ ദാറ്റ് വാസ് 4 കറക്റ്റായിരുന്നു. കൺസിസ്റ്റൻറ്റ് ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻ്റ് ഉണ്ടോ, സൗണ്ടൊക്കെ നൈസായിരുന്നു. പിന്നെ ഇതിൽ മ്യൂസിക് എഫക്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ കോഡിംഗ് അറിയണം എന്ന് ആരാണ് പറഞ്ഞത്? കമ്പ്യൂട്ടർ പരിജ്ഞാനമോ കോഡിംഗ് അല്ല, മ്യൂസിക് എഫക്റ്റും അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗൂഗിൾ വിഡ്സ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഗൂഗിൾ വിഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് അവതാർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വോയിസ് ഓവർ, മ്യൂസിക്സ് ഉണ്ട്. അതായത് നമുക്ക് മലയാളത്തിൽ റാപ്പ് സോങ് അല്ലെങ്കിൽ നോർമൽ ഏത് ടൈപ്പ് സോങ്ങും നമുക്ക് ഈ ഗൂഗിളിൻ്റെ മ്യൂസിക് വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഗൂഗിൾ വിഡ്സിലുണ്ട്. ഈ ഒരു വീഡിയോ ശരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എങ്ങനെ അത് ഫീൽ ചെയ്തു, ഹെൽപ്ഫുൾ ആയിച്ചെങ്കിൽ അത് കൃത്യമായിട്ട് താഴെ പറയാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.